എല്ലാ GST രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സും ഏപ്രിൽ 1 മുതൽ ഇൻവോയ്സ് നമ്പർ റീസെറ്റ് ചെയ്തിരിക്കണം. ഇൻവോയ്സ് നമ്പർ റീസെറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 100 ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നു 100 Q&A. ഞാൻ ഷമീർ ബഷീർ, പ്രാക്ടീസിംഗ് ടാക്സ് പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് അഡ്വൈസർ. എല്ലാ GST രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സും എല്ലാ വർഷവും ഏപ്രിൽ 1 അവരുടെ ഇൻവോയ്സ് നമ്പർ റീസെറ്റ് ചെയ്യണം. ഇൻവോയ്സ് നമ്പർ റീസെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. GST ഇൻവോയ്സിൽ 16 ക്യാരക്ടേഴ്സാണ് മാക്സിമം അലോ ചെയ്തിരിക്കുന്ന ലിമിറ്റ്. ഒരു സ്ഥാപനത്തിൽ ഒന്നിൽ കൂടുതൽ സീരിയൽ നമ്പറിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ കഴിയും. ഒരു സ്ഥാപനത്തിലെ ഒരു ഇൻവോയ്സ് ആ വർഷത്തിൽ മറ്റൊരു ഇൻവോയ്സ് നമ്പറുമായിട്ട് ഒരിക്കലും മാച്ച് ആവാൻ പാടില്ല. ഇത് യുണീക്ക് നമ്പർ ആയിരിക്കണം. ഇൻവോയ്സ് നമ്പറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ സീരീസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ ലെറ്റേഴ്സോ നമ്പേഴ്സോ കൊടുക്കാം. അതിനുശേഷം ഹൈഫണോ അല്ലെങ്കിൽ സ്ലാഷോ കൊടുത്തതിന് ശേഷം സീരിയൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. 001 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനോടൊപ്പം ഫിനാൻഷ്യൽ ഇയറും കൂടെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ സീരിയൽ നമ്പർ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൽ പ്രോബ്ലം ഇല്ല. ഫോർ എക്സാമ്പിൾ B2B, B2C, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ റൈസ് ചെയ്യുന്ന ബില്ലുകൾ വേറെ, വേറൊരു സിസ്റ്റത്തിൽ റൈസ് ചെയ്യുന്ന ബില്ലുകൾ വേറെ, അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഓരോ സീരിയൽ നമ്പറിനെയും മനസ്സിലാക്കുന്ന ഒരു ഐഡന്റിറ്റി ആ ഇൻവോയ്സിലുണ്ടാവും. ഒരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ B2Bക്ക് സെപ്പറേറ്റ് സീരിയൽ നമ്പർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ B2B/001/2526 എന്ന് നമുക്ക് കൊടുക്കാൻ കഴിയും. CGST റൂൾ 2017 46B പ്രകാരമാണ് ഇൻവോയ്സ് സീരിയൽ നമ്പർ നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടത്. കൂടുതൽ വീഡിയോകൾക്കായി പേജ് ഒന്ന് ഫോളോ ചെയ്യുക.